ഈ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം, അതിനെ നമ്മൾ അഫ്ഗാനിസ്ഥാൻ എന്നാണോ താലിബാൻ എന്നാണോ വിളിക്കേണ്ടതെന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. ഇപ്പം എന്തായാലും അഫ്ഗാനിസ്ഥാൻ എന്നുള്ള രാജ്യം ഇപ്പോൾ ഇല്ല, താലിബാനാണ് അവിടെ ഭരണകൂടമെല്ലാം. അവിടെ അവരുടെ ഈ പറയുന്ന ഹൂറികളും ഈ പറയുന്ന എല്ലാവരുമായിട്ട് മദ്യപ്പുഴയൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കണം. അപ്പോൾ അവർക്കൊരു ആർക്കാരുടെ തീവ്രവാദം നടത്തണം, ഒന്നും നടത്തണ്ട. അപ്പോൾ എന്തായാലും അവിടെ അങ്ങനെ ജീവിക്കുമ്പോൾ ഈ ഒരു രാജ്യവുമായിട്ട് ഈ ഇന്ത്യ എപ്പോഴും ഒരു സോഫ്റ്റ് കോർണർ കാണിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക്. അത് എന്തുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാന് ഇങ്ങനെ എന്താണ് അഫ്ഗാനിസ്ഥാനോട് ഒരു അഫ്ഗാനിസ്ഥാൻ ഇങ്ങനെ നമ്മൾ ഇന്ത്യയോടൊപ്പമാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ നിന്നൊക്കെ അഫ്ഗാനിസ്ഥാൻ നിലപാട് അറിയിക്കുമ്പോൾ അതിൻ്റെ നിലപാട് വേണ്ട എന്ന് ഇന്ത്യ പറയാറില്ല. അപ്പോൾ അങ്ങനെ സ്വീകരിച്ചില്ല. പിന്നീടാണ് മനസ്സിലായത് ഇന്ത്യ ഇങ്ങനെ കാണിക്കുന്നത്, ഇന്ത്യക്ക് ഇവിടെ എന്താ പറയുക, തവിടും അരിയൊക്കെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അഫ്ഗാനിസ്ഥാന് ആ സ്ഥാനത്ത് തവിടും അരിയെ കൊടുക്കാൻ വേറെ പലരും വരും എന്നുള്ളൊരു റീസൺ ആണ് ഞാനതിനെപ്പറ്റി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒരുത്തം വരണുണ്ടെന്നാണ് കേട്ടത്. നമുക്ക് അവിടെ നഷ്ടപ്പെട്ട പ്രാമുഖ്യം തിരിച്ചു പിടിക്കണം എന്നും പറഞ്ഞു. ആരാണ്? US, അമേരിക്ക തിരിച്ച് വീണ്ടും അഫ്ഗാനിസ്ഥാനിലേക്ക് വരുന്നുള്ള ഒരു വാർത്തയാണ് വരുന്നത്. അവിടെ ഒരു നയതന്ത്ര നീക്കം കൊണ്ടുവന്ന് അഫ്ഗാനിസ്ഥാനെ സ്വന്തമാക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. അത് എത്രത്തോളം വിജയകരമാവും? അവിടെ കഴിഞ്ഞ ദിവസം ഈ ട്രംപ് ഇവിടെ പോയല്ലോ, ബ്രിട്ടനിൽ പോയതിനു ശേഷം അവിടെ പ്രധാനമന്ത്രി കിയർ സ്റ്റാർമറുമായി ചേർന്നുകൊണ്ട് ഒരു പത്രസമ്മേളനം നടത്തി. അതാണ് ഇപ്പോഴത്തെ വിജയ് ചോദിച്ചതിനുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യം, അഫ്ഗാനിസ്ഥാനിലെ ബഗ്രാം വ്യോമതാവളം അത് US തിരിച്ചു പിടിക്കുന്നു, US നിയന്ത്രണത്തിലാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. അതോടുകൂടിയാണ് വളരെ ചർച്ചയായത്. കാരണം ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന US-ന്റെ താവളം തന്നെയായിരുന്നു ഈ അഫ്ഗാനിസ്ഥാനിലെ ഈ പറയുന്ന ബഗ്രാം എന്ന് പറയുന്ന US സൈനിക താവളം. ചില്ലറയൊന്നുമല്ല കേട്ടോ, ഒരു ചെറു നഗരമായിരുന്നു US-ന്റെ നിയന്ത്രണത്തിൽ അവിടെ. മാത്രമല്ല 10,000-കണക്കിന് സൈനികർ അവിടെ ഉണ്ടായിരുന്നു. ഏതാണ്ട് 50ഓളം കിടക്കകളുള്ള ആശുപത്രി, പാശ്ചാത്യ ഭക്ഷണശാലകൾ, മാത്രമല്ല താലിബാൻ അൽ-ഖ്വയ്ദ തടവുകാരെ പാർപ്പിച്ചിട്ടുള്ള തടവ് കേന്ദ്രം ഉൾപ്പെടെ, ജയിലുൾപ്പെടെ അവിടെ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം US-ന്റെ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. ഇതേ സംഭവമാണ്, ഇതേ വ്യോമതാവളം അല്ലെങ്കിൽ ആ ഒരു കേന്ദ്രം, ആ ഒരു പോയിന്റ് വീണ്ടും തിരിച്ചു പിടിക്കാൻ ഒരുങ്ങുകയാണ് US. അതിന് പിന്നിൽ കൃത്യമായിട്ടും അറിയാമല്ലോ, US അത്തരം ഒരു നീക്കം നടത്തണമെങ്കിൽ അവിടെ കൃത്യമായി അവർക്ക് വേണ്ടുന്ന ചില സാധ്യതകൾ അവർ കണ്ടെത്തിയിരിക്കണം. ബട്ട് ട്രംപ് പറഞ്ഞത്, ഞങ്ങൾക്ക് താവളം വേണ്ടതിൻ്റെ ഒരു കാരണം ചൈന അണുവായുധം നിർമ്മിക്കുന്നതിന് അടുത്താണ് ഈ ഒരു സ്ഥലം എന്നുള്ളതാണ്. അപ്പോൾ തന്നെ ആദ്യത്തെ പ്ലാൻ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഒരു കാലത്ത് അഫ്ഗാനിലെ US നാറ്റോ പ്രവർത്തനങ്ങളുടെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് കൂടി ഈ പറയുന്ന ബഗ്രാം എന്ന് പറയുന്ന അവരുടെ ഈ താവളമായിരുന്നു. പടിഞ്ഞാറൻ ചൈനയിലാണ് ചൈനയുടെ ആണവ പരീക്ഷണ നിരീക്ഷണങ്ങളൊക്കെ നടക്കുന്നത്. ഈ സ്ഥലത്തിന് തൊട്ടടുത്തായിട്ടാണ്, ഏതാണ്ട് 60 കിലോമീറ്റർ അത്രയും എന്തേ ഉള്ളൂ എന്നുള്ളതാണ്. ഞാനത് കൃത്യമായിട്ട് കുറിക്കാൻ മറന്നുപോയി. അപ്പോൾ ഏതാണ്ട് അത്രയും ദൂരമേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അത്രയും അടുത്ത് ഒരു ചൈനയെ നിരീക്ഷിക്കാൻ പോകുന്ന ഒരു താവളം അവർ വീണ്ടും പുനർനിർമ്മിക്കാൻ പോകുന്നു. ചൈന ഇപ്പോൾ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ആരോടാണ്? ഇന്ത്യയോടാണ്. അപ്പോൾ അവിടെ നിന്ന് പല കണ്ണുകളുണ്ട്. അഫ്ഗാനിൽ ഈ ഒരു താവളം വരുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ത്യ തവിടും പിണ്ണാക്കും കൊടുക്കുന്നത് എന്തിനാണ് എന്നുള്ളത് അറിയാം. മറ്റൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, ജിഹാദികളെ കൊണ്ട് അടുപ്പിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു പദ്ധതി കൂടി അവിടെ ഇന്ത്യ ചിന്തിക്കുന്നുണ്ട്. അവന്റെ പ്രവർത്തനങ്ങളെ അവന്റെ രീതി കൊണ്ട് തന്നെ തീർക്കാനുള്ള ഒരു നോട്ടം കൂടി ഇന്ത്യ അവിടെ നടപ്പാക്കുന്നുണ്ട്. എന്തായാലും ഇത് പഹൽഗാമിൽ അവർ നടപ്പാക്കാൻ നോക്കിയ കാര്യം, അതെ, അവരവിടെ നോക്കിയ ഒരു തീപ്പൊരി അവിടെ ഇടുക, ബാക്കി ഇന്ത്യയിലെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും കൂടെ ഏറ്റുപിടിച്ചോളും, കലാപം ഉണ്ടായിക്കോളും എന്നുള്ളതായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള രീതി അവിടെയുണ്ട്. US-ന്റെ ദേശീയ സുരക്ഷയ്ക്ക് ഇതൊരു പ്രധാന കാര്യമാണ്. കാരണം അവിടെ നിന്ന് നിരീക്ഷണം നടത്തേണ്ടത് US-ന്റെ ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. US-ഉമായിട്ട് ചൈന ഇപ്പോൾ അത്ര ചങ്ങാത്തത്തിലൊന്നുമല്ല. അപ്പോൾ ബൈഡൻ ഭരണകൂടത്തിന്റെ പിൻവാങ്ങലിനെ തുടർന്നാണ് ഈ വ്യോമതാവളം ഇവർ അശ്രദ്ധമായിട്ട് ഉപേക്ഷിക്കാനായിട്ട് കാരണമായത്. ആ ഒരു കാലഘട്ടത്തിൽ പിന്നീട് ഇങ്ങോട്ട് അവര് പിൻവാങ്ങി, സൈനികരെയൊക്കെ പിൻവലിച്ച് അവര് ഇതാക്കി ആ സമയത്ത്. അപ്പൊ കോടിക്കണക്കിന് ഡോളറിന്റെ ഉപകരണങ്ങൾ, ഈ ഡിഫൻസ് ആയിട്ടും അല്ലാതെയുള്ള ഉപകരണങ്ങളൊക്കെ ഈ താവളത്തിൽ ഇപ്പോഴും ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ഇവർക്ക് പൊടി തട്ടിയെടുക്കാൻ പറ്റും. ഉപയോഗിക്കാൻ കഴിയുന്നവ വീണ്ടും പുനരുപയോഗിക്കാനുള്ള നീക്കങ്ങളിലേക്ക് പോകും.
മാറ്റാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. ഈ കാബൂളിൽ നിന്ന്, അതാ ഞാൻ പറഞ്ഞ കാബൂളിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ വടക്ക് പർവാൻ പ്രവിശ്യയിലാണ് ഈ ബഗ്രാം എന്ന് പറയുന്ന സ്ഥലമുള്ളത്. സമുദ്രനിരപ്പിൽ നിന്ന് 1492 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1950കളിൽ സോവിയറ്റ് യൂണിയൻ നിർമ്മിച്ചിട്ടുള്ള ഇത് മധ്യ ദക്ഷിണേഷ്യയിലെ തന്ത്രപ്രധാനമായിട്ടുള്ള US കേന്ദ്രങ്ങളിൽ ഒന്നാണ്. 11,819 അടി നീളം, 9,687 അടി വീതിയുമുള്ള ഒരു 2 റൺവേ അവിടെയുണ്ട്, ഇവർക്കുണ്ട്. ഇതിന് ഏറ്റവും വലിയ ഗതാഗത യുദ്ധവിമാനങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതുമാണ്. അപ്പൊ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ അവിടെ കൊണ്ടുവന്ന് ലാൻഡ് ചെയ്യിക്കാൻ സാധിക്കുമെന്നർത്ഥം. ഇറാൻ മധ്യേഷ്യ ചൈനയുടെ സിൻജിയാങ് പ്രവിശ്യയോട് ചേർന്നാണ് ഈ ഒരു കേന്ദ്രം നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ നിരീക്ഷണ രഹസ്യാന്വേഷണ ദൗത്യങ്ങൾക്കൊക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സൈനിക കേന്ദ്രമാണിത്. 2024 ഏകദേശം 600 പ്രവർത്തനക്ഷമമായ വാർഹെഡുകളും 2030 ആകുമ്പോഴേക്കും 1000 ആകുമെന്ന് പ്രതീക്ഷിക്കുന്ന ചൈനയുടെ അണുവായുധ ശേഖരം ചൈന വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോപ്സൂർ പരീക്ഷണ കേന്ദ്രവും പുതിയ മിസൈൽ സൈലോ ഫീൽഡുകളും ഉൾപ്പെടെ പ്രധാന ചൈനീസ് സൗകര്യങ്ങളെല്ലാം സിൻജിയാങ്ങിൽ ഒരുങ്ങുന്നുണ്ട്. മാത്രമല്ല, ഒന്ന് ആലോചിച്ച് നോക്കുക, വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് ശേഷം 2 പതിറ്റാണ്ട് കഴിയുമ്പോഴേക്കും വീണ്ടും ആ ഒരു കേന്ദ്രം, അവരുടെ പ്രധാനപ്പെട്ട താവളമായിരുന്ന ആ കേന്ദ്രം അവർ പുനരുജ്ജീവിപ്പിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. US വ്യോമസേനയുടെ 455ാമത് വ്യോമ പര്യവേക്ഷണ വിഭാഗത്തിന്റെ റൊട്ടേറ്റിംഗ് സഖ്യ യൂണിറ്റുകളുടെ ആസ്ഥാനമാണ് ഈ ഒരു ബഗ്രാം എന്ന് പറയുന്ന സ്ഥലം. അതുകൊണ്ട് അങ്ങനെ ഒരുപാട് തന്ത്രപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനുള്ളിൽ നിലകൊള്ളുന്നുണ്ട്. ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് ഒപ്പുവെച്ചിട്ടുള്ള 2020 ഫെബ്രുവരിയിലെ ദോഹ കരാർ ഈ കാരണമാണ് എല്ലാ സൈനികരെയും പിൻവലിക്കാനായിട്ട് ഒരു കാരണമായിട്ടുള്ളത് പറയുന്നത്. 2021 ജൂലൈ 1 അഫ്ഗാനിസ്ഥാൻ സഖ്യകക്ഷികളെ അറിയിക്കാതെ രാത്രി ഒരു ഓപ്പറേഷൻ നടത്തി. ഇതിൽ നിന്ന് US ഒഴിഞ്ഞു മാറുകയും ചെയ്തു. അപ്പോൾ അവിടെ ഒരു ചെറിയ നയതന്ത്ര പ്രശ്നം അവിടെ ഉടലെടുക്കുന്നുണ്ട്. അപ്പോൾ ബേസിന്റെ ശക്തിയൊക്കെ വിച്ഛേദിച്ച് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അവിടെ അവർ കാര്യമായിട്ടൊന്നും ചെയ്യാനുള്ള ശ്രമം US നടത്തിയതുമില്ല. അഫ്ഗാൻ സൈന്യം അവിടെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന സാഹചര്യമുണ്ടായി. അതേ വർഷം ഓഗസ്റ്റ് 15 ആയപ്പോഴേക്കും താലിബാൻ കാബൂളിലേക്ക് ഇരച്ചുകയറി നിരവധി തടവുകാരെ മോചിപ്പിക്കുന്ന ഒരു സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. US താലിബാൻ സർക്കാരിനെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം തടവുകാരെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിലാണ് ഈ ബഗ്രാം വ്യോമത്താവളം ഇവർ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുന്നത്. ഇത് ചൈനയെ നിരീക്ഷിക്കുക എന്നുള്ളത് ഉപരി അവിടെ നിന്നിട്ട് പറഞ്ഞല്ലോ ഏറ്റവും ഹോട്ട്സ്പോട്ട് ആയിട്ടുള്ള ഒരു കേന്ദ്രമാണ്. അവിടെ നിന്ന് പലരിലേക്കും അന്വേഷണം വ്യാപിക്കാനായിട്ടും നിരീക്ഷണങ്ങൾ നടത്താനും റഡാറുകൾ ഉപയോഗിച്ച് നിരീക്ഷണം നടത്താനും ഒക്കെ ഈ US കഴിയുമെന്നുള്ളതാണ്. ഇപ്പോൾ US ലോകമൊട്ടാകെ അടിയേറ്റു വാങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ആ സാഹചര്യത്തിലാണ് സ്റ്റാർമറിനൊപ്പം ചേർന്നുകൊണ്ട് ട്രംപ് പറയുന്നത് ഞങ്ങൾ ഇത് വീണ്ടും പുനരുജ്ജീവിപ്പിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ, അതായത് എല്ലാവരോടും, ചൈനയോടാകട്ടെ ഇന്ത്യയോടാകട്ടെ അങ്ങനെയുള്ള ബാക്കി സഖ്യ രാജ്യങ്ങളോടൊക്കെ ആകട്ടെ, അവരോടൊക്കെ ഒരു യുദ്ധപ്രഖ്യാപനം തന്നെയാണ്. അവിടെ എല്ലാ കാര്യങ്ങളും, എല്ലാ തരത്തിലുമുള്ള ഒരു സൈനിക നീക്കമാകാം, രഹസ്യാന്വേഷണ നീക്കമാവാം, അവിടെ നിന്ന് പല ചാരപ്രവർത്തികൾ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു നീക്കം എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിനെ നിസ്സാരമായിട്ട് നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല.